ഇന്നത്തെ റെസിപ്പി പഴന്നുറുക്ക് അല്ല, പഴന്നുറുക്കും പപ്പടവും അങ്ങനെ വേണം പറയാൻ. തിരുവോണം, വിഷു അതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം. ചിലർ ഇത് ശർക്കരപ്പാവിൽ കാച്ചി പപ്പടത്തിൻ്റെ കൂടെ അതേപടി കഴിക്കും. ചിലർ മറ്റ് വിഭവങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പുട്ടുദോശ അങ്ങനത്തെ വിഭവങ്ങളുടെ കൂടെ ഇത് കഴിക്കുന്നവരുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയൊക്കെ. മാത്രമല്ല ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതാ ഏകദേശം ഈ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുമുണ്ട്. വേണമെങ്കിൽ വട്ടത്തിൽ വരിക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കാൻ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് നല്ലത്. ഞാൻ എടുത്തിട്ടുള്ളത് ഓട്ടുരുളിയാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതൊന്ന് പാത്രം എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നെയ്യൊന്ന് എത്തുന്ന പോലെ. ഇതും പഴം അടിയിൽ പറ്റിപ്പിടിച്ചു പോവാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം ചൂടായ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലും കുറച്ചുകൂടി പഴുത്ത പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നെയ്യിലൊന്ന് കുറച്ചു നേരം വഴറ്റി കൊടുക്കാം. പഴത്തിൻ്റെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് കാരമലൈസ് ആവുന്നവർ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് പോലെ വഴറ്റി കൊടുക്കാം. കൈ എടുക്കാതെ വഴറ്റി കൊടുക്കണമെന്നൊന്നുമില്ല, ഒന്ന് നിർത്തി ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്, നന്നായിട്ട് കുക്കാവുന്നത് വരെ. വേവിച്ച് ഉടച്ച് കളയരുത്, അതിൻ്റെ ഫോം റിട്ടൈൻ ചെയ്യണം. ഇപ്പം നമ്മുടെ പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുക. കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ചീകിയെടുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം വെള്ളവും. അതൊന്ന് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു കൊടുക്കാൻ പറയുന്നത്. നിങ്ങൾ നേരിട്ട് ശർക്കര പാവ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കുകയൊന്നും വേണ്ട, നേരിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, ചീകിയെടുത്ത ശർക്കര. അതിന് 1/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശർക്കര എടുത്തതിൽ നല്ല ബ്രാൻഡഡ് ശർക്കര ആയതുകൊണ്ട് അതിൽ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഉപയോഗിച്ചത് കേട്ടോ. ഇതപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ. പിടിക്കില്ല, കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി. തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് റെഡ്യൂസ് ആവാൻ വേണ്ടി വിട്ടുകൊടുക്കാം. ഈ സമയത്ത് ചിലർ തേങ്ങാപ്പാല് ചേർത്തിട്ട് ചെയ്യും. അതിനേക്കാളും ഒരു ചെറിയ കടിപ്പൊക്കെ വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതപ്പോൾ ശർക്കര പാവൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇവിടെ ഞാൻ ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു അടുക്കളയിലൊക്കെ ഒരു നല്ല സ്മെല്ലുണ്ടാവും. അതൊരു ഭയങ്കര കൊതിപ്പിക്കുന്ന സ്മെല്ലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അത് കുക്ക് ചെയ്യാൻ വെക്കുക. ഈ സമയത്ത് തന്നെ പഴം ഒന്നുകൂടി ഒന്ന് കുക്കായി കിട്ടും. ശർക്കര പാവ് ഉള്ളത് കൊണ്ട് അതങ്ങ് ഉടഞ്ഞു പോവുകയില്ല. ഇനി ഇത് ഒന്നും കൂടെ വറ്റിയിട്ട് വേണം നമുക്കിത് അടുപ്പത്തുനിന്ന് എടുത്തു മാറ്റാൻ. ഇപ്പം ഏകദേശം ആ പാകമായിട്ടുണ്ട്. ഇതിലും നമ്മൾ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ശർക്കര കട്ടിയായി പോകും. അതിനുവേണ്ടി നിൽക്കരുത്. ഈ ഒരു പാകത്തിന് അടുപ്പത്തുനിന്ന് എടുത്തു മാറ്റാം. പഴനുറുക്കിന്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പച്ച നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക മണവും രുചിയും ഇതിന് കിട്ടും. അങ്ങനെ നമ്മുടെ പഴനുറുക്ക് ഇവിടെ റെഡിയാണ്. ഇത് ചൂടോടെയോ തണുത്തിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷെ പപ്പടത്തിന്റെ കൂടെ, പപ്പടമാണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ.
നമ്മൾ ചേർത്ത ചിരകിയ തേങ്ങയും ശർക്കര പാവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് പഴത്തിൻ്റെ മുകളിലങ്ങ് കോട്ട് ചെയ്ത് നിൽക്കുന്ന കാണുന്നില്ലേ? എന്തൊരു ഗ്ലേസിങ് ആണല്ലേ! കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. രുചിയുടെ കാര്യം പറയേ വേണ്ട. മധുരം കഴിക്കാൻ പറ്റാത്തവരോട് ക്ഷമ ചോദിക്കുന്നു. ഇതൊരു ട്രഡീഷണൽ ഡിഷ് ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അല്ലാത്തവർ ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. ഹെൽത്തി ആയിട്ടിരിക്കൂ. ധന്യ ഫ്രം വെജ് കേരള.